ഹലോ ഗായ്സ്, എല്ലാവരും റെസിപ്പിയുടെ 15ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് ജോലി ഇതൊക്കെയാണ്. അതെ ഗൈസ്, നമുക്കൊന്നൊരു മെൻറ്റിങ് ബുക്ക് ഒപ്പിക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് സോംബി സ്കൾട്ടറൊക്കെ ഉണ്ട്. അത് എവിടെ എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഒരു മെൻറ്റിങ് ബുക്ക് മേടിക്കണം. കാരണം എന്ന് വെച്ചാൽ അടുത്തതായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏത് അയൺ ഫാം കിട്ടുമ്പോൾ നമുക്കങ്ങനെ ട്രേഡ് ചെയ്യാമല്ലോ. ആരായിട്ട് വലിയ ചെറുപ്പം ഡയമണ്ട് ആറുമ്പം പൂൾസൊക്കെ ആക്കാം. അപ്പം ബാക്കി ബാക്കി ബുക്കൊക്കെ നമ്മൾ ഇങ്ങനെ ചേർക്കണത്, ഇങ്ങനെ എൻജാൻ ടേബിൾ വഴി. അതാണ് കുറച്ചുകൂടി എളുപ്പമല്ലേ. അതുപോലെ തന്നെ നമുക്കൊരു എക്സ്പി ഫാം ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും കുറച്ചൊരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി സപ്പാണ്. പിന്നെ ഞാൻ കുറച്ച് ഇവനെ കൊന്നിട്ട് കാണിക്കാമേ. കൗല്ലടാ. അതേ ഇരിക്കുന്നു മച്ചാനെ വെട്ടിക്കൊല്ല. ഹായ് ബ്രോ. നല്ല സ്പീഡൊക്കെ ഉണ്ട്. നോക്കട്ടെ, സ്പീഡില്ല, നല്ല ലൈഫുണ്ട്. പറഞ്ഞാൽ കിട്ടി. നമുക്ക് 3 ബുക്ക് വേണം. എന്നാൽ ബുക്ക് ഷെൽഫുണ്ടാക്കാം. ലെതർ ഉണ്ടാവുമായിരിക്കുമല്ലോ. ലെതർ പ്ലീസ് ഒരു 9 എന്താ വേണം. ലെതർ 10 ഉണ്ട്. ഇനി ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ ഉണ്ടല്ലോ. ഷുഗർ കെയിൻ കുറച്ച് തരാം. നമ്മളൊരു വില്ലേജിൻ്റെ കടന്നു. ഗൈസ് ദേ ഇരിക്കണം നമ്മൾ ഇത് ഷുഗർ കെയിൻ കുറച്ചധികം വേണമെന്ന്. എൻ്റെ 4 ഉണ്ട്. 6 വേണ്ട നട്ട് വയ്ക്കണം. ഇനി ഷുഗർ കെയിൻ ഉണ്ടാവില്ലായിരിക്കും. എന്താ പറഞ്ഞ രക്ഷപ്പെട്ടു കേട്ടോ. ചാടിപ്പോയാണ്. നമുക്കെന്തായാലും കുറച്ച് ലീവ്സൊക്കെ എടുക്കാം. കാരണം ബോൺമീലാണല്ലോ. അത് ബെഡ്റൂമും കൂടി അല്ലേ. ബോൺമീലും പറ്റും. നമുക്ക് എത്ര അറിയില്ല കേട്ടോ. എന്തായാലും കുറച്ച് പറിച്ചിട്ടുണ്ട്. സ്റ്റാക്കിന് മുകളിലായി കാണുന്നപ്പോൾ തന്നെ ഇത് വരിയും അതെ. പിന്നെ വരാം. പെട്ടെന്ന് ഭയന്നു. സെംസ്കേറെല്ലാം ചാടി വന്നു. ഇതേകാലം ആദ്യമായിരിക്കണം നമ്മളോട്. എന്തായാലും വീട്ടിൽ വെച്ചിട്ട് കാണിക്കാം. എനിക്ക് സംബന്ധിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കിട്ടിയത് ഫുള്ളെടുത്തിട്ട് ബോൺമീലാക്കാം. കൂടെ വെച്ചേക്കാം. ഫുള്ള് നോക്കിയിട്ട് നമ്മൾ കാണിക്കാം. ഈ ഒരു സ്റ്റാക്ക് കഴിയുന്നുണ്ട്. എനിക്കിത് 2ാമത്തെ സ്റ്റാക്ക്. 2ാം സ്റ്റാക്കില്ല, അര സ്റ്റാക്കല്ലേ. ഇത് ഫുള്ള് കിട്ടിയില്ല. എന്തായാലും ഇവിടെ നട്ട് വയ്ക്കാം. തേരിക്കണം. ഇവിടെ നട്ടേക്കാം. ഇത് ചുമ്മാ ഡെക്കറേഷൻ എടുക്കണം കേട്ടോ. ഇവിടെ നടാനും ബോണെന്ത് എത്ര മതിയാവും തോന്നുന്നു. മിസ്റ്റേക്ക്. ഈ ബോൺമിൽ ഉണ്ടത്. കഴിഞ്ഞു കാര്യം കഴിഞ്ഞു. എത്ര കിട്ടുള്ളൂ? എത്ര കിട്ടി? 12 കിട്ടി. 12 വെച്ചാൽ എത്ര ഉണ്ടാക്കുന്നുണ്ട്? ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെയായിരുന്നു അല്ലേ. മൊത്തത്തിൽ ഇങ്ങ് മറന്നു. കറക്റ്റ് 12. നമുക്ക് എത്ര 9 മതി. സമാധാനം. അതുകൂടെ കുറഞ്ഞായിരിക്കണം. ഫുള്ളെടുത്തേക്കാം. എത്ര ബുക്ക് വേണം? 3 ബുക്ക് മതി. നമുക്ക് എത്ര ഉണ്ടാക്കണം?
അയ്യോ അത് ബുക്ക് ഷെൽഫല്ലേ വേണ്ടേ? ബുക്ക് ഷെൽഫിന് പോകുന്നത് മതി. ബുക്ക് ഷെൽഫിൻ്റെ റെസിപ്പി തന്നെയായിരുന്നു. അയ്യോ അതും പറഞ്ഞല്ലോ. ബുക്ക് ഷെൽഫിൻ്റെ റെസിപ്പി എന്തൊക്കെ ശബ്ദം കേൾക്കണ്ടോ. ഇതും കുറച്ച് കണക്കാക്കിയേക്കാം. ഇത് റെഡ് കിട്ടി കയറുന്നേ. പേടിയൊരു ശബ്ദം കേട്ടെ. പണി തട്ടിയേക്കാം. എൻ്റെ പൊണ്ടാകൻ്റെ അര ഹാർട്ടാണ് കളഞ്ഞത്. ഓരോ ഹാർട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കൊന്നു. ഇപ്പോൾ ചത്തേനെ. ഇപ്പോൾ പടമായി കടന്നു തന്നെ. ഇപ്പം ഇതിനെക്കുറിച്ച് ലാഭം ഇതിൻ്റെ റെസിപ്പി എനിക്കറിയാം. ഇതായിരിക്കണം ലെറ്റാണ്. ഓ അടിച്ച് അച്ചാറായി കളഞ്ഞവൻ. ലെറ്റ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ഫുഡ് വെച്ചിട്ട് പോകാം. അതെല്ലാം തന്നെ ലൈഫ് ഒന്ന് ഫുള്ളൊക്കെ ഗൈസ്. നമ്മുടെ ലൈഫ് അത്യാവശ്യമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്യാം. ഞാൻ എന്തായാലും നിങ്ങളെ മെയിൻറ്റെയിൻ കിട്ടണത് ഇരുന്നിട്ട് ഗൈസ് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ നമുക്ക് മെയിൻറ്റെയിൻ കിട്ടിയിട്ടില്ല. ഓഫ് ക്യാമറ ഇരുന്ന് റെക്കോർഡ് ചെയ്തോളാം. ഓഫ് ക്യാമറ ഇരുന്ന് നോക്കോളാം. ഇത് ഓക്കെ. ഇതിനെപ്പോഴും ബുക്ക് ഷെൽഫായിരുന്നത്. എന്തോരം നേരം അറിയാമോ? ഇതുവരെ കിട്ടില്ല. എന്തോ കേട്ടോ ഈ പ്രശ്നം കിട്ടും. നോക്കാം കഴിഞ്ഞ റെക്കോർഡിങ് ആണ്. നോക്കാം പോസ്റ്റ് വാക്കർ അത് ഇഷ്ടമല്ല. നോക്കട്ടോ 1 മണിക്കൂർ എന്തോ കഴിഞ്ഞു എന്നിട്ടും കിട്ടില്ല. എന്തോ ഒരു നേരെടുത്ത് അറിയാമോ? അതായാലും ഞാൻ ഓഫ് ക്യാമറ സെറ്റ് ആക്കണം. സോ ഗൈസ് ഇവിടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്കെന്തായാലും അടുത്ത എപ്പിസോഡ് നാളെ കാണാം. ബൈ.